ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വന്നു. ഡിസംബർ 15 നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ പരീക്ഷക്കും ആ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങളൊന്നും പേടിക്കാതെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം എന്നുള്ളത്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് റെഡി അല്ലേ? അപ്പോൾ ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഹിന്ദിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണ് വരിക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് മക്കൾ ഉന്നയിക്കാറുണ്ട്. അപ്പൊ അതിന് ആൻസറുമായിട്ടാണ് സാർ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എല്ലാ മക്കളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അവിടെ അത് പറഞ്ഞു, ഇത് പഠിക്കണം, ഇത് പറഞ്ഞു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്താണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പാഠഭാഗങ്ങൾ ഏതായിരുന്നു? നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 1-2 യൂണിറ്റ് ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ യൂണിറ്റിലെ കുൽത്തെ നസാരെ എന്ന് പറയുന്ന യൂണിറ്റിലെ ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്നുള്ള മനോഹരമായിട്ടൊരു യാത്രാ വിവരണം നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ചോദിക്കും. അതേപോലെ ഒരു ഫിൽമി ലേഗ് ഉണ്ട്, ബൈസിക്കിൾ തീവ്സ് ആണ് ആ ഫിൽമി ലേഗ്. അതും നമ്മളോട് എന്ത് ചെയ്യും, ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കും. അതേപോലെ മേരി മാ അല്ലെ, മനോഹരമായിട്ടുള്ള ഒരു ആ ഫിൽമി ഗീതായിരുന്നു. ആ മനോഹരമായിട്ടുള്ള പാഠഭാഗത്തിൽ നിന്നും ചോദ്യം വരും. അപ്പൊ 3ാമത്തെ യൂണിറ്റിലെ ഈ 3 പാഠഭാഗങ്ങൾ വരും. അതേപോലെ 4ാമത്തെ യൂണിറ്റിലെ സാത് ചലെ എന്നുള്ള പാഠഭാഗത്തിലെ സയാനി ബുവ എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠഭാഗം വരും. അതേപോലെ ചൗക്ക് എന്നുള്ള പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും അതും കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ചൗക്ക് എന്നുള്ള പാഠഭാഗം കൂടി എന്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയില്ല. 4 ചാപ്റ്റർ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കും. പ്ലസ് നമ്മൾ പഠിച്ച ഓണ പരീക്ഷയിൽ പഠിച്ച ആദ്യത്തെ 1-2 യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. മനോഹരമായിട്ടുള്ള ആ പാഠഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, റിവിഷൻ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പൊ ഇതാണ് നമുക്ക് പാഠഭാഗങ്ങളിൽ നിന്നും പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ മക്കൾക്കുള്ള ഒരു സംശയമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതെല്ലാം ആയിരിക്കും വരുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ സാർ പറയുന്നത്. നമുക്ക് നമ്മുടെ പാഠഭാഗം ബേസ് ചെയ്ത് ഒരു ഡയറി എഴുതാൻ എന്തായാലും ചോദിക്കും അല്ലെ. ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതുക. അത് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പാഠഭാഗവുമായി ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ഡയറി നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാം. അതേപോലെ ലെറ്റർ നമ്മളോട് ചോദിക്കും അല്ലെ. ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്കൊരു ചോദ്യം ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ചോദിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റർ ഇല്ലാതെ എല്ലാ പരീക്ഷയിലും ഒരു പോസ്റ്റർ എന്തായാലും നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ മാഷ് ആ ലൈവിലൊക്കെ വന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫിലിമോത്സവം നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമായിട്ടാണ് സാർ കോണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പോസ്റ്റർ എന്തായാലും നമുക്ക് ചോദിക്കും. എന്റെ മക്കൾ കൃത്യമായിട്ട് ആ പോസ്റ്റർ പഠിച്ചു പോവുക. ആ പോസ്റ്റർ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഏത് പോസ്റ്റർ ഉണ്ടാക്കാനുള്ള രീതിയിലാണ് നമ്മൾ ആ പോസ്റ്റർ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ കൊണ്ട വീഡിയോസിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ലൈവ് കണ്ട മക്കൾക്കും അത് അറിയാമായിരിക്കും. ഓക്കെ. പിന്നെ അതേപോലെ ഒരു കോൺവെർസേഷൻ അഥവാ ഗുഫ്തുഗ് നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. ബാത് ജീത്ത് എന്ന് നിങ്ങളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കാം. അപ്പൊ ഒരു സംഭാഷണം ഉണ്ടാക്കാനും നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയിൽ ചോദിക്കും. സിമ്പിളാണ്. ഇതൊക്കെ നമ്മുടെ പാഠഭാഗം നമ്മൾ പഠിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ ലൈവ് നമ്മുടെ പരീക്ഷ വരുമ്പോഴേക്കും നമ്മൾ മാരത്തോണും അതിന്റെ ഇടയിൽ ഒരുപാട് റിവിഷൻ ലൈവുകളൊക്കെ നമുക്ക് വരും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണ്ട, ഒട്ടും പേടിക്കണ്ട. അതേപോലെ പിന്നെ വരുന്ന ഒരു സംഗതിയാണ് റൈറ്റ് ദ തീം ഓഫ് ദി പോം അല്ലെ. നമുക്ക് ആശയം അല്ലെ, ഒരു കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ചോദിക്കും. അപ്പൊ നമുക്ക് വരുന്ന കവിതകൾ ഏതെല്ലാം എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കവിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും സംഭവം നമ്മുടെ പരീക്ഷ പേപ്പറിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, കാണും. ഈ പറഞ്ഞ ഡയറി ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും കോൺവെർസേഷൻ ആണെങ്കിലും അതേപോലെ ആശയമാണെങ്കിലും കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ നമ്മളോട് എന്ത് ചെയ്യും, പരീക്ഷ ചോദിക്കും. ഇതൊക്കെ ഉൾപ്പെട്ടതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ 7ാം ക്ലാസ് വരെ പഠിച്ച പോലെയല്ല 25 മാർക്കിനല്ല 5 ആക്ടിവിറ്റി എഴുതിയാൽ പോരാ. നമുക്ക് 40 മാർക്കിനായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാകുക. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അധ്യയന വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയതൊക്കെ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓൾറെഡി ഈ പാഠഭാഗങ്ങളൊക്കെ കേട്ട് പ്ലസ് നിങ്ങൾ സൈലത്തിന്റെ ക്ലാസ്സും കൂടി കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് ഓരോ ചോദ്യത്തിലുള്ള ഉത്തരവും എൻ്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്
സാധിക്കും. ഇനി നമുക്ക് അൻസാറിന് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഇനിയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ അൻസാർ എന്ത് ചെയ്യും, നമ്മളിവിടെ ഹിന്ദി ടീം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് വേണ്ടത്, ഏത് പാഠഭാഗവുമായി ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോസ് ഒക്കെ സെറ്റ് ആക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസമായിട്ടുള്ള പാഠഭാഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ ഏത് ഡയറി ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് ഒക്കെ ആയിട്ട് അൻസാർ വീണ്ടും വരും. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുക, പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗला वीडियो में अनसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.